അൽഹംദുലില്ലാ. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ടിട്ട് ആരംഭിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഓക്കെ آمين. അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീ. ശുക്രൻ ജസാക്കല്ലാഹ്. ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ. ശരി, ആരാ പാരായണം ചെയ്യുന്നത്? ചെയ്തോളൂ. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وجعلنا فيها ഓക്കെ. അപ്പൊ ഇപ്പൊ പാരായണം ചെയ്ത ആള് ഒന്നും കൂടെ പാരായണം ചെയ്യണം. അതിന്റെ ഇടക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എളുപ്പവഴിക്ക് പറഞ്ഞുതരാം. എളുപ്പത്തിന് വേണ്ടി പറയാം, ശ്രദ്ധിക്കണേ. ഓതിയ ആള് നമ്മള് ശ്വാസത്തിനാണ് ഒരു പ്രയാസം ഞാൻ കണ്ടത്. അങ്ങനെയാകുമ്പോ അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇടക്കിടക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചാൽ മതി. وجعلنا فيها جنات من نخيل وأعناب എന്ന് ഓതാതെ നഖീലിൻ എന്നുള്ളിടത്ത് നഖീൽ എന്ന് പറഞ്ഞ് നിർത്തുക. وجعلنا فيها جنات من എന്നിട്ട് من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. ഇങ്ങനെ ആയാൽ നമ്മൾ എത്ര ശ്വാസമില്ലാത്ത ആളുകളാണെങ്കിലും എവിടെ വേണമെങ്കിലും വഖഫ് ചെയ്യാം. ബാക്കിൽ നിന്ന് എടുത്ത് ഓതിയാൽ മതിയല്ലോ. അപ്പൊ എടുത്ത് ഓതുന്ന ആ സ്ഥലം എവിടെ മുതൽ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അത് അർത്ഥമൊക്കെ നോക്കിയിട്ടാണ് ശരിക്കും എടുത്ത് ഓതേണ്ടത്. പക്ഷെ അർത്ഥം പോലും അറിയാത്ത ആദ്യം പാരായണം പഠിച്ച് തുടങ്ങുന്ന തുടക്കക്കാരനോട് അർത്ഥം തെറ്റാതെ പാരായണം കറക്റ്റ് ചെയ്യണം, എടുത്തോതുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഒന്നോ രണ്ടോ പദങ്ങൾ ബാക്കിലേക്ക് പോയി എടുക്കുക. അത് തന്നെ. എന്നൊന്നു നിങ്ങള് وجعلنا فيها جنات من نخيل. അവിടെ നിർത്തി. ഇനി അവിടുത്തെ കാര്യം പറയാം. നിങ്ങൾ നിർത്തിയപ്പോൾ ഞാൻ അതുവരെയുള്ളത് പറയാം. ഈ ഐൻ നമ്മള് ഹൽക്കിലെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ്. അപ്പൊ അത് ജഹൽന എന്നോ ജഹൽന, കഴിഞ്ഞ പ്രാവശ്യം ഓതിയാണ് ജഹ എന്ന് പറഞ്ഞ ഹ പറഞ്ഞിരുന്നു. ഹ അല്ല, ആ അല്ല, ജഅൽന
أنعمت عالمين وجعلنا فيها جنات من نخيل وجعلنا فيها جنات من نخيل وعناب അതാ അതാ അതാ, വേണ്ട വേണ്ട വേണ്ട. അപ്പൊ നിങ്ങൾ ശ്വാസം ബുദ്ധിമുട്ടായില്ലേ? നഖീല് ആനാബിന്നല്ലേ, നഖീൽ നിന്ന് നിർത്തുക, എന്നിട്ട് മിൻ നഖീല് പോവാ. نخيل من نخيل وعناب وفجرنا فيها من العيون ആ ليأكلوا من ثمره ലിയകുലു, വാവില്ലേ അവിടെ? ലിയകുലു മിൻ അല്ല, ഒന്നൂടെ. ليأكلوا من ആ പോരാ പോരാ, ലൂ ലൂ. ليأكلوا من ആ ثمره وما عملته أيديهم أفلا يشكرون ആ سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن അർളു, أنفسهم അർളൂന്ന് നിർത്തിയില്ലേ? أرض അർളൂന്ന് നിർത്തുമ്പോ അർദ്. أرض مما تنبت الأرض ومن أنفسهم ومما അൻഫു എന്നുള്ളത് നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം, പിന്നീട് പഠിക്കും. ഔഫു ഔഫുസിഹിം. ومن أنفسهم ومما لا يعلمون ഓക്കെ, വമിമ്മാ ലാ യഅലമൂൻ. ما لا يعلمون ഓക്കെ ഉസ്താദ്, അവിടെ കയറുമ്പോഴത്തേനൊക്കെ നമ്മൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. ഇപ്പം നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ച്, എത്ര അക്ഷരങ്ങളായി ഉത്ഭവസ്ഥാനങ്ങൾ പഠിച്ചിട്ടുണ്ട്? അതൊന്ന് പറയൂ നിങ്ങളെല്ലാവരും. കേൾക്കുന്നില്ലേ? ഷഫത്തിന്റെ 4 അക്ഷരങ്ങൾ പഠിക്കാനുണ്ടല്ലോ. ആ മഖ്റജുൽ ലിസാനും ആ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ. വരുന്നതൊക്കെ അതേ ഹംസയും ഹാവും ഐനും ഹാവും ഐനും ഹാവും ഒക്കെ അതേ പൊസിഷനിൽ തന്നെയാണ് വരുന്നതെന്ന് നോക്കണം. ഓക്കെ, 6 തൊണ്ടയുടെ അക്ഷരങ്ങൾ പഠിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ എത്ര പഠിച്ചത്? ആ നാവിൽ നിന്ന് പുറപ്പെടുന്ന എത്രണ്ണോ? 18 അക്ഷരങ്ങൾ അല്ലേ? ഓർമ്മ ഉണ്ടോ അതൊക്കെ? 18 തന്നെ ഏതൊക്കെയാണെന്ന്? ഓക്കെ, 18 അതൊക്കെ ഓക്കെ ആണ്. 18 കൃത്യമായിട്ട് അങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ബാക്കിയുണ്ട്? ഇനി എത്ര അക്ഷരം ബാക്കിയുണ്ട്? 4 4 അക്ഷരങ്ങൾ. അതേതായിരിക്കും? ഈ 4 ഫ വാവ് മീം. ഓക്കെ, ഇതാണ് മീം. വാവ് ഗൈറു മദ്ദിയാണ്. മദ്ദിന്റെ വാവല്ല, മറ്റേ വാവാണ്. മദ്ദിന് ഉപയോഗിക്കുന്ന വാവല്ല, നോർമൽ വാവ്, അതായത് ഫത്തയും കസ്റയൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഉസ്താദ് ഇപ്പോൾ അവിടെ റേഞ്ചിൽ എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഷഫ, ഷഫത്താൻ, ഷഫ. ഷഫയും ചുണ്ടും ചുണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ഇൻഷാ അല്ലാ നമുക്ക് അങ്ങോട്ട് പോകാം. ബാക്കി ഉസ്താദ് പറയും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പൊ കേൾക്കുന്നില്ലേ? യെസ്, കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതോടെ ഒന്നും കുഴപ്പമില്ല, ഇപ്പൊ തടസ്സമില്ല. നമ്മള് ഷഫ ഇതുവരെ മഖാരിജുൽ ഹുറൂഫ് അർ-റഈസിയ്യ ഖംസത്തുൻ അല്ലേ? അടിസ്ഥാനപരമായി റഈസിയ്യ, അടിസ്ഥാനപരമായി മഖാരിജുൽ ഹുറൂഫ് അൽ അറബിയ, അറബി അക്ഷരങ്ങളുടെ ഉത്ഭവ കേന്ദ്രങ്ങൾ ഖംസ, 5 എണ്ണം എന്ന് പറഞ്ഞു. നേരത്തെ നിങ്ങളോട് ചോദ്യം ചോദിച്ച് ഉത്തരം പറയിച്ചതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയാം. നിങ്ങൾ ഓരോന്നും നിങ്ങൾ എണ്ണിക്കോളൂ. 5 എണ്ണവും.
ഒന്ന് ഹൽക്കാണ്, തൊണ്ട. തൊണ്ടയിൽ നിന്ന് 6 അക്ഷരങ്ങൾ. തൊണ്ടയെ 3 ഭാഗിച്ചു. അഖ്സ, വസത്ത്, അദ്ന. ഈ 2 അക്ഷരങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും 6 അക്ഷരങ്ങൾ. പിന്നീട് നമ്മൾ പറഞ്ഞു ലിസാൻ. ലിസാനിൽ നിന്ന് 18 അക്ഷരങ്ങളാണ്. ലിസാനിനെ നമ്മൾ 4 തിരിച്ചു. പ്രധാനമായും 4 തിരിച്ചു. അക്സൽ ലിസാൻ, അവിടുന്ന് 2 അക്ഷരം പറഞ്ഞു. പിന്നീട് നമ്മൾ നാവിന്റെ മധ്യഭാഗം പറഞ്ഞു, വസത്തുൽ ലിസാൻ. അവിടുന്ന് 3 അക്ഷരങ്ങളാണ് എന്ന് സൂചിപ്പിച്ചു, ജീം ഷീൻ യാ. പിന്നീട് നമ്മൾ നാവിന്റെ വശവും അറ്റവും ചേർത്ത് പറഞ്ഞു, ഹാഫത്തുൽ ലിസാൻ. അവിടുന്ന് വശം അണപ്പല്ലിനോട് ചേർത്ത് ദ എന്ന അക്ഷരവും നാവിന്റെ അറ്റം മേലെ മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള 8 പല്ലുകളുടെ മോണഭാഗത്ത് വരുമ്പോഴുള്ള ലാ ലീ ലു അൽ, അതേപോലെ ഇസ്മുൽ ജലാല അല്ലാ എന്ന ശബ്ദവും നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ നാവിന്റെ തൊറഫുൽ ലിസാൻ എന്ന ഭാഗത്തു നിന്ന് ബാക്കി അക്ഷരങ്ങളെല്ലാം വരുന്നതായിട്ട് പറഞ്ഞു. അതായത് 11 അക്ഷരങ്ങൾ. അത് തന്നെ 3 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. നൂന്, ലാമിന്റെ നാവിനെടുക്കുന്ന അതേ ഭാഗം 6ഓളം പല്ലുകളുടെ മോണയിൽ വരുന്നു. പിന്നെ റാ, അതിലും താഴെ 4 പല്ലുകളുടെ മോണഭാഗത്തു നിന്ന് വരുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടെ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് ല, ന, റ എന്നീ അക്ഷരങ്ങൾ വരുന്നു. പിന്നീട് നമ്മൾ മേലെ മുൻപല്ലിന്റെ മുരട് ത, ദ, ത പറയുന്നു. പിന്നീട് മുൻപല്ലുകളുടെ ഇട എന്ന് പറഞ്ഞിട്ട് സീൻ, സൈ, സ പറയുന്നു. അവിടുന്ന് കഴിഞ്ഞ് പിന്നീട് വ, ദ, സ എന്നീ 3 അക്ഷരങ്ങൾ മേലെ നാവിന്റെ തൊറഫ്, മേലെ മുൻപല്ലിന്റെ അഗ്രം, അതായത് നാവിന്റെ അഗ്രവും മേലെ മുൻപല്ലിന്റെ അഗ്രവും. ഇങ്ങനെ 18 അക്ഷരങ്ങൾ നാവിൽ നിന്ന്. 6 ഹൽക്ക് പ്ലസ് 18, 18 6 24. ഇനി 4 അക്ഷരങ്ങൾ കൂടെ ബാക്കിയുണ്ട്. ഇത്രയാണ് ഇപ്പോ യാസിർ ഉസ്താദ് പറഞ്ഞത്. ആ 4 അക്ഷരങ്ങളാണ് ഫ, വാവ്, ബ, മീം എന്നീ അക്ഷരങ്ങൾ. ഇവ 4ഉം ഉത്ഭവിക്കുന്നത് ചുണ്ടിൽ നിന്നാണ്. വാവ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിയത് കാണുന്നുണ്ടാവും, ഗൈർ മദ്ദിയ എന്ന്, അല്ലെങ്കിൽ ഗൈർ മദ്ദ. മദ്ദിന്റെ വാവല്ല. മദ്ദിന്റെ വാവ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 അല്ലെങ്കിൽ 2 പറഞ്ഞപ്പോ ഷഫത്ത് 3, പിന്നെ 4ഉം 5ഉം ആയിട്ട് നമ്മൾ പറയുന്ന ജൗഫും ഹൈഷൂമും ഉണ്ടല്ലോ. ഹൈഷൂം എന്ന് പറഞ്ഞാൽ ഉന്നക്ക് വേണ്ടി, മണിക്കാൻ വേണ്ടിയുള്ളത്. നൂനിനെയും മീമിനെയും ഒക്കെ പവർ ചെയ്യുന്നത്. ജൗഫ് എന്ന് പറഞ്ഞാൽ എംറ്റി സ്പേസ്, ഒഴിഞ്ഞ ഭാഗം, വായിന്റെയും തൊണ്ടന്റെയും ഒക്കെ ഒഴിഞ്ഞ ഭാഗം. അതിനാണ്, അവിടുന്നാണ് ദീർഘത്തിന്റെ യാ, വാവ്, അലിഫ് ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വാവ് ഗൈർ മദ്ദിയ നൽകി. വാവ്, ഈ വു എന്നൊക്കെ പറയുന്ന വാവാണ് ഇവിടെ. ഓക്കെ, 4 അക്ഷരങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കിടക്കാം. വളരെ ലളിതമായി പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നതും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതുമാണ്. ഓൾറെഡി നമ്മളെല്ലാവരും പ്രൊനൗൺസ് ചെയ്യുന്നത് ഏറെക്കുറെ കറക്റ്റ് തന്നെയാണ്. പിന്നെയും ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഇപ്പൊ കാണുന്ന ഫ എന്ന അക്ഷരമാണ്. ഫന്റെ മഖ്റജ് ഫ, 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 അൽ, ഫ അക്ഷരത്തിന്റെ പേര്. ഫ, ഫി, ഫു, അഫ്, ഫ, ഫി, ഫു, ഫൻ, ഫിൻ, ഫുൻ. ഇതൊക്കെ നമ്മൾ എങ്ങനെ പറയും? എവിടെ നിന്ന് ഉത്ഭവിക്കും? നോക്കൂ നിങ്ങൾ.
ചുണ്ടിന്റെ അക്ഷരം എന്നാണ് പറഞ്ഞതെങ്കിലും ചുണ്ട് രണ്ടും പൂർണ്ണമായും ടച്ചാവുന്നില്ല. രണ്ട് ചുണ്ടുകൾ തമ്മിൽ ബന്ധിക്കുകയല്ല, മറിച്ച് താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ അഗ്രവുമാണ്. മേലെ മുൻപല്ലില്ലേ, ആ പല്ലിലാണ് ചിത്രം നോക്കൂ നിങ്ങൾ, കീഴ് ചുണ്ട് ടച്ചായത്. അപ്പൊ അത് ചിലർക്കൊക്കെ പഠിക്കണം. ചിലർ അഫ്വാജ അഫ്വാജ എന്നൊക്കെ പറയണ്ടാവും. അങ്ങനെ വായി ഇങ്ങനെ ഉരുട്ടിയൊന്നും പോകേണ്ടതില്ല. ഇത് ലൈറ്റ് ലെറ്റർ ആണ്. അഫ്വാജ 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 ഫ ഫി ഫു ഫ ഫി ഫു. പല്ല്, മുന്നിലെ പല്ല് പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാവും, പ്രായം കാരണമൊക്കെ. അവര് ഫ പറഞ്ഞ ഞങ്ങായി പോകും. അത് അങ്ങോട്ടും ചാടിപ്പോയി ആ ചുണ്ട്. ഇപ്പൊ എന്നെ തജ്വീദില് ഒരുപാട് സൗകര്യങ്ങളും സഹായങ്ങളും തന്നിരുന്ന ഒരു ഉസ്താദ് ഉണ്ട്, ഹൈദർ ഉസ്താദ് മൗലവി. അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗത്തിന്റെ പരിമളം എന്നും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ. അപ്പൊ അദ്ദേഹം പറയും, എടാ എനിക്ക് നടക്കൂല, ഫാ കിട്ടൂല, അറിയോ, ഫാ കിട്ടൂല, ഫാ പോയി, കാരണം പല്ലില്ല, പറയാൻ കഴിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് ഞാൻ പറയണം, ആ ഓർമ്മയത് അദ്ദേഹത്തെ. അല്ലാഹു ഖൈറാക്കട്ടെ. ശരി, അപ്പൊ ഒന്നതാണ്, മേലെ മുൻപല്ലുകളുടെ അഗ്രവും കീഴ്ചുണ്ടും. ഓർത്തു വെക്കാനൊക്കെ എളുപ്പമാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി. അഫ 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 ഫ എന്ന് ശബ്ദിട്ട് പറഞ്ഞത്. അഫ ഫസദ മഗ്ഫിറത്തുൻ ഫുതിഹത് യഫ്അലു മുഫ്ലിഹൂന. ഒക്കെ ഒന്നിങ്ങനെ എല്ലാവർക്കും, ഞാൻ വിളിക്കുമ്പോ ഒരാൾക്ക് അവസരം കിട്ടുക, എല്ലാരും അവിടെ നിന്ന് ഇങ്ങനെ ഉറക്കെ പറഞ്ഞു നോക്കി, ഓണാക്കാതെ. ഞാൻ ഒന്ന് മൊബൈൽ ഓൺ, എന്റെ വീഡിയോ ഓൺ ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കൂ, നോക്കുക. ഫഅല എന്ന് പറയരുത് ആരും. ഫസദ മഗ്ഫിറത്തുൻ ഫുതിഹതി യഫ്അലു മുഫ്, അങ്ങനെ പറയരുത്. നേരെ മറിച്ചതാ, ഇങ്ങനെ വരുതാ. ഈ ചുണ്ട് ഇവിടെ ടച്ച് ചെയ്യാണ്. ഓൾറെഡി മേലെ ചുണ്ട് അവിടെ ഉണ്ട്, അത് മേലേക്ക് ഇങ്ങനെ പിടിച്ചൊക്കെ നിങ്ങൾ ചെയ്യണ്ട, അതവിടെ നിന്നോട്ടെ എന്ന് വെച്ചാൽ മതി. അതിനായിട്ട് ബുദ്ധിമുട്ടാകുന്നു വേണ്ട. ചിലർ അങ്ങനെ ആലോചിക്കും, മേലെ പല്ല് ചുണ്ടുമ്പോ തൊട്ട് പോകുന്നുണ്ടോ, താഴെ ചുണ്ട് മേലെ ചുണ്ടുമ്പോ തൊട്ട് പോകുന്നുണ്ടോ, ഈ സൈഡിലും ഉസ് സൈഡിലൊക്കെ തൊട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ തോന്നും. കീഴ്ചുണ്ട് മേലെ മുൻപല്ലുകളെയാണ് പറഞ്ഞത്, മുൻപല്ലുകളുടെ അഗ്രം. ഫ ഫ ഫ ഫ ഫ ഫ ഫ. അതാ താഴെ ചുണ്ട്. മോനിന്റെ അടുത്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക, താഴെ ചുണ്ട് ഇതല്ലേന്ന് വെച്ച് ഇങ്ങനെ കാണിക്കാൻ. അപ്പൊ ഓക്കെ, ഇതാണ്, ഇത് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ. അപ്പൊ ഫസദ ലാ യുഫ്ലിഹു, ലാ യുഫ്ലിഹു ഫ. അതുപോലെ ലാ യുഹിബ്ബുൽ ഫാസിദീൻ, അതെ, ഫസദ അൽ ഫസാദു الفساد ظهر الفساد في البر والبحر. مغفرة فتحت السماء يفعل مفلحون. ഓൻ ചൊല്ലി തന്നതാ, ഓന്റെ ശരിയായോ നോക്കാം. ഓക്കെ, ഇനി വാക്കുകൾ വരും, നിങ്ങൾക്ക് വായിക്കാനുള്ള വാക്കുകൾ വരുന്നുണ്ടാവും, നോക്കാം. ആയത്തുകളുടെ കഷ്ണങ്ങളും വാക്കുകളൊക്കെ ആയിട്ട് അടുത്ത സ്ലൈഡിൽ വരും. വാക്കുകൾ കൊടുത്തിട്ടില്ല.
ആ ഓക്കെ ഓക്കെ, ഇത് ഓർത്താൽ മതി. ഫ ഫത്ഹ ഫ, ഫ കസ്റ ഫി, ഫ ضم ഫു, ഫ ഫി ഫു. അപ്പൊ തന്നെ പഠിച്ചോളൂ. നമ്മൾ എത്ര ഹാല പഠിച്ചപ്പോ? 9 ഹാല് പഠിച്ചു. ഇന്ന് സമയമുണ്ടെങ്കിൽ 9. 10ാമത്തേലേക്ക് കടക്കാം. അപ്പൊ 9 ഹാലും ശരിക്കും പറഞ്ഞു നോക്കാലോ ഇതില്ലേ. അതെ. അപ്പോ കറക്റ്റ് കിട്ടും. ഫ ഫത്ഹ അലിഫ് മദ്. അപ്പോൾ അലിഫ് എന്ന് പറയുമ്പോ ഫാദിന് സുക്കൂൻ അവിടെ ഉണ്ട്. ഫ ഫ കസ്റ യാ മദ് ഫി, ഫ ضم വാവ് മദ് ഫു, ഫ തൻവീൻ ബിൽ ഫത്ഹ് ഫൻ, ഫ തൻവീൻ ബിൽ കസ്ർ ഫിൻ, ഫ തൻവീൻ ബിൽ ضم ഫുൻ, ഫൻ ഫിൻ ഫുൻ, ഫ ഫി ഫു, ഫ ഫി ഫു, ഫൻ ഫിൻ ഫുൻ. ഇങ്ങനെ പഠിച്ചു നോക്കണം ഓരോ അക്ഷരങ്ങളും. ഓക്കെ, നമ്മൾ ഫാഇൽ പറഞ്ഞു. ജസ്റ്റ് നെക്സ്റ്റ് ലെറ്റർ ഏതാ മോനെ? വാ. വാവ്. സിമ്പിൾ ലെറ്റർ, എല്ലാവർക്കും അറിയാം വാ. പക്ഷെ ചിലരൊക്കെ വ എന്നറിയും. വാ അല്ലേ? നമ്മൾ പറയാം ഐ വ, ഐ വ. വ ഇല്ല. ചുണ്ടുകൾ ഇങ്ങനെ ടച്ച് ആവേണ്ട ആവശ്യമില്ല അവിടെ. കാരണം അതില് നമ്മൾ ഡെഫിനിഷൻ നോക്കുമ്പോൾ ചുണ്ട്, 2 ചുണ്ടുകളും കൂർപ്പിച്ച് വിടർത്തി വ. നോക്കൂ, എന്റെ ചുണ്ട് ടച്ചായോ നോക്കണേ. നിങ്ങൾ ചുണ്ടിന്റെ സെന്റർ ഭാഗം നോക്കുക. ഇപ്പൊ ടച്ചല്ലേ, പക്ഷെ ഇനി ടച്ച് കാണിച്ചതാ. ഇപ്പൊ ടച്ചായി. അത് കൂർപ്പിക്കുമ്പോ ഹോളില്ലാതല്ല, ഹോളോട് കൂടെ കൂർപ്പിക്കുന്നത്. വ. അവിടുന്ന് വിടർത്തുക, അവിടുന്ന് ഇങ്ങോട്ട്. വ വി ഔ ഔ വ. ഔവ ഔവസനൂഹും. അത് പോയിട്ട് അവ്വസനൂഹും എന്ന് പറയരുത്. അവ്വസനൂഹും അല്ല, ഔവസനൂഹും. ജാവസ അല്ല, ജാവസ. ജാവസ. ഉണ്ടോ അവിടെ ചുണ്ട് നോക്കും. അവിടെ ഒരു എക്സാമ്പിൾ ചിഹ്നം കൃത്യമായിട്ട് ചുണ്ട് കാണിക്കുന്നുണ്ടാവും. ഉവ ഉവ. ഇനി അവിടെയും നോക്കൂ നിങ്ങൾ. അതില് ആ വേവ്സ് പോണെന്ന് നോക്കൂ. അവിടെ വേവ്സ് പോവാൻ ഒരു പമ്പരം പോലെ കണ്ടില്ലേ ആദ്യത്തെ ചിത്രം? നാവും എല്ലാം കൂടെ കാണിക്കുന്നത്. അതിൽ കണ്ടോ ചുണ്ടിനിടയിൽ കൂടെ ഒരു ഒഴിവുണ്ട്. അതവിടെ വാവിനുണ്ടാവും. ഫ പറയുമ്പോൾ നമ്മൾ പല്ലിലേക്ക് ടച്ചായി ഉണ്ടാവും. പക്ഷെ വ വ അല്ല, വ വി അല്ല. ഇംഗ്ലീഷ് ലെറ്റർ വി അല്ല. വ വ വ വ വ വ വ. അതൊന്ന് ഒന്ന് രണ്ട് ആൾക്കാർ വാ വീവു ഔ പറയും. വാ വീവു, വാവ് ഫത്ഹ വ, വാവ് കസ്റ വി, വാവ് ضم വു, വാ വീവു എന്ന് പറയും. ആരെങ്കിലും ഒന്ന്. വാ വി വു. വാവ് ഫത്ര, വാവ് ഫത്ഹ വ, വാവ് കസറ വി, വാവ് ضم വു. ഓക്കെ ഓക്കെ. പിന്നെ അക്ഷരമൊക്കെ കറക്റ്റ് ആണ്. അത് നമ്മൾ ഒന്ന് അറബീകരിച്ച് ഇങ്ങോട്ട് ഒന്ന് ചെറിയൊരു ഇസ്തിഫാലിലേക്ക് വരണം. വാ വി വു. വാ എന്നല്ല, വ വി വു. വ വാ അല്ല, വ വാ അല്ല, വ. ഒരു ചെറിയൊരു ഇറ്റാലിക്. ഓക്കെ, മറ്റൊരാൾ പറഞ്ഞു നോക്കൂ. വാ വി വു. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വാ എല്ലാവർക്കും അറിയാന്നേ, എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞ പോലെ ഔവസനൂഹും. ഒരാൾ പറഞ്ഞു നോക്കൂ, ഔവസനൂഹും. ഔവസനൂഹും. യെസ് യെസ് യെസ്. അപ്പൊ എന്തല്ല, അവല്ല. ഓക്കെ, നെക്സ്റ്റ്. ഇവിടെ കുറച്ച് വാക്കുകൾ ഉണ്ടാവും, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. 2 ചുണ്ടുകളും ചേർന്നുകൊണ്ട് ഉച്ചരിക്കുന്ന 2 അക്ഷരങ്ങളും കൂടെ നമ്മൾ പറഞ്ഞാൽ അവസാനിക്കും. ഒന്ന് ബ ആണ്, ഒന്ന് മീമാണ്. രണ്ടിനും സെയിമാ. നെക്സ്റ്റ് സ്ലൈഡ് നോക്കൂ. 2 ചുണ്ടുകളും ചേർന്ന് ബ. അതേപോലെ തന്നെ മീമും 2 ചുണ്ടുകളും ചേർന്ന് മ മ മ. ബ മ ബ മ ബ മ. പക്ഷെ അതെന്താ അങ്ങനെ വന്നത്? 2 ചുണ്ടും ചേർത്ത് പറയും. ഒന്ന് ബാന്നും വരുന്നു, ഒന്ന് മാന്നും വരുന്നു. അതെന്താ അങ്ങനെ? മാന്ന് പറയുമ്പോ മൂക്ക് ഉപയോഗിക്കും. യെസ്,
അതാ നമ്മൾ പറഞ്ഞത് നേരത്തെ. ഹൈഷൂം എന്ന ബ- 2 മഹ്റജുകളുടെ പിൻബലം ഉള്ള ആളാണ് ആര്? ബ മീമും മീം അതുപോലെ നൂനും. നൂനും. നൂന് നാവും പല്ലിന്റെ മോണയാണ്. പക്ഷെ അത് മാത്രം പോരാ, എന്തും കൂടെ വേണം, ഹൈഷൂമും കൂടെ വേണം. ഇഷു അതേപോലെ തന്നെ മീമ് ചുണ്ടിന്റെ അക്ഷരാണ്. പക്ഷെ ചുണ്ട് മാത്രം പോരാ, മൂക്ക് പൊത്തിപ്പിടിച്ച മ കറക്റ്റ് കിട്ടൂല. മനസ്സിലായോ? മനസ്സിലായോ? കൺഫ്യൂഷൻ എന്താ അന്നേരം പറയണേ? ഒന്നുകൂടി പറയാം സാറേ. എന്താ പറയണ്ടേ? മീമിനെ പറ്റി അവന്റെ ഹൈഷൂമിനെ പറ്റി പറഞ്ഞു. മീമ് പറയണമെങ്കിൽ ഏതാ മഹ്റജ് വേണ്ടത്? മീമിന്റെ മഹ്റജ് ഏതാന്ന് വെച്ചാൽ ബേസിക് ഏതാ പറയാ? ഇത് തന്നെ, രണ്ട് ചുണ്ടുകളും ചേർന്ന്. 2 ചുണ്ടാണ്. അതായത് ചുണ്ടുകളും ചേർന്നിട്ട് മ, മി, മു, അം. പക്ഷെ അതിന്റെ കൂടെ ആരും കൂടെ വേണം, മറ്റൊരു മഹ്റജും കൂടെ വേണം. ഏതാ? ബായോ. ഹൈഷും. ഭയല്ല മാ പറയണമെങ്കിൽ വേറെ ഒരു മഹ്റജും കൂടെ വേണം. ഹൈഷു തരിമൂക്ക് ഹൈഷു ഹൈഷും തരിമൂക്ക്. കാരണം നമ്മൾ മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് മ, മി, മു കറക്റ്റ് കിട്ടൂല. മി പ്രത്യേകിച്ച് ശബ്ദത്തിൽ പറയും പറയാൻ പറ്റും. ബ അപ്പൊ അത് നമുക്ക് ആരും ഇവിടെ വന്ന് ഇങ്ങനെ തങ്ങി നിൽക്കും. നമ്മൾ ഇങ്ങനെ ഇവിടെ പറഞ്ഞാല് മൂക്കിന്റെ ഇവിടെ അങ്ങനെ പ്രഷർ കൂടുകയും, ബ അപ്പൊ അത് പുറത്ത് ബ പോകാൻ ബ പറ്റണം. ഈ ഈ മീമും നൂനും അല്ലാതെയും മറ്റു പല അക്ഷരങ്ങളും മൂക്കുകൊണ്ട് വായിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ കേൾക്കാറുണ്ട്? അത് മൂക്കുകൊണ്ടാണ് ഓതുന്നതെന്ന് പറയില്ല നമ്മൾ ചിലത്. അപ്പോ മീമ് ബ കേട്ടോ, രണ്ടും ചുണ്ടുകൾ ചേർന്ന്. ഞാൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞതാണ്. ബാ ചുണ്ടിൽ നിന്ന് തന്നെയാണ്, മീമും സെയിം ആണ്. പക്ഷെ എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നിടത്താണ് എന്ത് പറയേണ്ടത്? മീമിന് ഹൈഷൂമിന്റെ പിൻബലം കൂടെ വേണം. ഓക്കെ, അവിടെ അവസാനിച്ചു നമ്മുടെ മഖാരിജുൽ ഹുറൂഫിന്റെ ചെറിയ നിലയിലുള്ള ഒരു വിവരണവും ഒക്കെ. ഇനി അതിന്റെ പരിശീലനമാണ് നമ്മൾ അനുസ്യൂതമായി ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. 10ാമത്തെ ഹാലെടുത്താലോ? കുറച്ചേ ഉള്ളല്ലോ അത്. ആണോ? ആ 10ാമത്തെ ഹാല് പറഞ്ഞു പോകുന്നാൽ അടുത്ത ആഴ്ച പ്രാക്ടീസിലൊന്ന് വിശദീകരിച്ചാൽ മതി. എല്ലാരും ക്ലിയറോ? എല്ലാരും റെഡിയാണോ? ഇൻഷാ അല്ലാ റെഡിയാണ്. എനിക്ക് ഖുതുബന്റെ പണിയുണ്ട്, നിസ്കരിച്ചിട്ടില്ല. നാളെ വെള്ളിയാഴ്ചയാണ്. വേഗം ഒന്ന് പറയാം. അല്ല, ഇതാകെ 3-4 സ്ലൈഡേ ഉള്ളൂ. നിങ്ങൾ തന്നെ ആയിക്കോട്ടെ എന്ന് ആ വിചാരിച്ചു. ഒരു 10 മിനിറ്റ്. ഒന്നുമില്ല. ആ ഇതുവരെ 9 ഹാലായി. ഇപ്പൊ 10ാമത്തെ ഹാലാണ്. ഹാൽ 10. എന്താണ് ഹാല് എന്ന് വെച്ചാൽ നമ്മൾ പറയാലോ. 10ാമത്തെ ഹാലാണ്. എന്താ ഇപ്പൊ നിങ്ങളെ ഹാല്? അത് ചോദിക്കട്ടെ. നല്ല ഹാല. നല്ല ഹാലാണ്. ജദ്ബിന്റെ ഹാലൊന്നും അല്ലല്ലോ. ആരാ കച്ചവടം നടത്തുന്നതിന്റെ അടുക്ക്? ഓക്കെ ഓക്കെ 10ാമത്തെ ഹാല് സുക്കൂനാണ്. അപ്പൊ 10 തികയാണ്. 10 തികയാണ്. 10 തികഞ്ഞാൽ എന്താ സംഭവിക്കുക അഷ്റഫ് സാഹിബ്? 10 തികഞ്ഞാല് അഷ്റഫ് സാഹിബ് പോയോ? 10 തികഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹാലുകളൊക്കെ പഠിച്ചു. വോയിസ് കട്ടായി. 10 തികഞ്ഞാൽ എന്ത് സംഭവിക്കും? വേറെ ആർക്കും പറയാം. 10 കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ലാസ്റ്റ് കഴിഞ്ഞ വഖഫ് ചെയ്യും. വഖഫ് ചെയ്യോ? നമുക്ക് 20 ഹാലില്ലേ?
ഇല്ലേ? മെയിൻ ഹാലുകൾ 10 എങ്ങനെയാ? ഏതായാലും 10 തികഞ്ഞാൽ പ്രസവിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ നേരത്തെ പറഞ്ഞു. അതായത് ഒരു പുതിയ കുഞ്ഞനുണ്ടാവും, ഒരു പുതിയ സൃഷ്ടി ഉണ്ടാവും. ഞാനൊരു തമാശ എന്നുള്ള ആൾക്കല്ല പറഞ്ഞത്, അല്ലാതെ തന്നെ കാര്യമുണ്ട്. 10 തികഞ്ഞാൽ ഒരു പുതിയ ആള് പുറത്തു വരും, അല്ലേ? ഒരു പുതിയ ജന്മമാണ്, ഒരു പുതിയ ആൾ. 10 തികയാന്നാ പറയല്, 9 കുറച്ച് ആവല്ലോ, എന്നാലും 10 തികഞ്ഞു എന്നാ പറയല്. ആയിക്കോട്ടെ, ആ പ്രയോഗമാണ് ഞാനും പറഞ്ഞത്. 10 തികഞ്ഞാൽ ഒരു പുതിയ ആള് പുറത്തു വരും. ഇതുപോലെ 10 ഹാല് കഴിഞ്ഞാൽ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് പാരായണത്തിൽ പുതിയ ഒരാളായി നമ്മൾ മാറണം. ഇപ്പൊ എന്റെ ചോദ്യത്തിന്റെ ഗുട്ടൻസ് മനസ്സിലായോ? 10 തികഞ്ഞാൽ എന്റെ പാരായണം പുതിയ പാരായണമായി മാറണം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ 10ാമത്തെ ഹാല് ശാന്തമായ ഹാലാണ്, ഹറക്കത്ത് ഇല്ലാത്ത ഹാലാണ് 10ാമത്തെ ഹാല്. ഹറക്കത്തിന്റെ ഓപ്പോസിറ്റ് ആണ് സുക്കൂൻ, നിശ്ചലം. മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ മലയാളം ഒന്നും എഴുതിയേക്കണ്ട, സുക്കൂന് തന്നെ പഠിച്ചാൽ മതി. നമ്മൾ ഖുർആനിൽ നമ്മൾ ഇതുവരെ സുക്കൂൻ ഇട്ടത് ഒരു 0 സുക്കൂൻ എഴുതാറുള്ളത്. എന്നാൽ നിങ്ങളുടെ ഖുർആൻ എടുത്തു നോക്കൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു എന്ന ലാമിനും മീമിനും ഒക്കെ മുകളിൽ കൊടുത്ത സുക്കൂന് നമ്മൾ എഴുതിയ വട്ടപൂജ്യം പോലെയുള്ളതാണോ എന്ന്? അങ്ങനെ അല്ല. നമ്മൾ നേരത്തെ ഇത് വാവുമദ് പഠിച്ച സമയത്ത് അലിഫ് സിഫ്ർ മുസ്തദീർ ലാ യുൻതഖിന് പറഞ്ഞപ്പോൾ സിഫ്ർ പറഞ്ഞിരുന്നു. നമ്മൾ സാധാരണ നമ്മുടെ അറബി ബുക്കുകളിൽ സിഫറാണ് സുക്കൂനിന് എഴുതാറുള്ളത്. കാരണം അവിടെ അലിഫ് സിഫർ മുസ്തദീർ എഴുതുന്ന ഒരു രീതി ഇല്ല. അവിടെ ആ പാരായണ നിയമം പാലിക്കുന്നതോ അത് പറയുന്നതോ അല്ല. അതുകൊണ്ട് അവിടെ നമുക്ക് സുക്കൂനിന് 0 തന്നെ എഴുതാവുന്നതാണ്, വിരോധമൊന്നുമില്ല. പക്ഷെ ഖുർആൻ എഴുതുമ്പോൾ നമ്മൾ സിഫ്രല്ല സുക്കൂനിന് എഴുതേണ്ടത്, മറിച്ച് സുക്കൂനിന് ഒരു ആലാമത്തുണ്ട്. ഏതാണ് ആലാമത്ത് എന്ന് നോക്കൂ. അതെ, അസ്സുകൂനു ഫിൽ ഖുർആൻ റഅ്സു ഹ. ഹാന്റെ ഹെഡാണ്, ഹെഡ് ഓഫ് ദി ലെറ്റർ ഹ. ചില പുസ്തകങ്ങളിൽ ഹെഡ് ഓഫ് ദി ഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വിരോധമൊന്നുമില്ല, നമ്മളതൊന്ന് ചെറിയൊരു മാറ്റം പറ്റിയെന്നുള്ളൂ. ഹാന്റെ തല എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളി ഒഴിവാക്കണ്ടേ, നമ്മൾ ഹാന്റെ തല എന്ന് പറയാം എളുപ്പത്തിന്. അതിനാരും നമ്മളൊന്നും ചെയ്യൂല എന്ന് വിചാരിക്കാം. ഓക്കെ, യെസ്. ഹാന്റെ തല കണ്ടോ നിങ്ങൾ മാർക്ക് ചെയ്ത്? ആ ഒരു ഭാഗമാണ്. അതൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കൂ. റസു എന്നുള്ള ഹംസന്റെ മുകളിൽ നോക്കൂ. റസു എന്ന് എഴുതിയ അലിഫ് ഹംസന്റെ മുകളിൽ, അതാണ് ഹെഡ് ഓഫ് ദി ഹ. ഓക്കെ, ഇനി അതിന്റെ വായനാ നിയമങ്ങൾ പഠിക്കണം. എല്ലാ അക്ഷരങ്ങൾക്കും സുക്കൂൻ വരുന്ന സമയത്ത് ഒരേപോലെയാണോ പ്രൊനൗൺസിയേഷൻ വരുന്നത് എന്ന് പഠിക്കണം. ആ, ഇതാണ് സ്ലൈഡ് വന്നത് അല്ലേ? ഓക്കെ, ഈ 5 അക്ഷരങ്ങൾ കണ്ടോ? ഖുത്ബ് ജദ് എന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിന് ചെറിയൊരു മാറ്റം പറയുന്നു. ഖുത്ബ് ജദ് എന്നത് ജദ്ദ ഖുത്ബുൻ എന്ന് ഓർത്തു വെക്കുക. ഏതാ ഓർക്കേണ്ടത്? ജീം ദാൽ ഖാഫ്. ആ, നമ്മൾ ഖുത്ബ് ജദിനെ നേരെ തിരിച്ചിട്ട് ജദ്ദ ഖുത്ബാക്കി. എന്താണ്? കുതുബിന്റെ ജദ് പറഞ്ഞ വലിപ്പൻ. ആ, ഞാൻ ജദ്ദാന്ന് പറഞ്ഞു, ജദ്ദുന്നല്ല, ജദ്ദ. കുത്തുബുൻ. കുത്തുബ് എന്ന് പറഞ്ഞാല് കുത്തുബുൽ അഖ്താബ് എന്ന് പറഞ്ഞാൽ എന്താ?
ഏറ്റവും വലിയ ആള് അല്ലേ? ഏറ്റവും വലിയ നേതാവ്. ഏറ്റവും വലിയ നേതാവ് നന്നായി അല്ലെങ്കിൽ പരിശ്രമശാലിയായി ജദ്ദ കുത്തുബുൻ. ബാക്കി എല്ലാവരും നന്നായിക്കോളും. ഏറ്റവും മുതിർന്ന ആള് നന്നായ എല്ലാവരും നന്നായിക്കോളും. ഓക്കെ, അങ്ങനെ അത് അർത്ഥമൊക്കെ എന്താ പറയട്ടെ. ജദ്ദ കുത്തുബുൻ എന്നീ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരുന്ന സമയത്ത് കൽക്കലയോടുകൂടെ ഇൽഹാർ ചെയ്യണം. കൽക്കല എന്നൊരു ഹുക്മ് ബാധകമാകും. ഇപ്പോ താന് സുക്കൂൻ വന്നാൽ ത സുക്കൂൻ അത് എന്ന് പറഞ്ഞാൽ മതി. ഹുലിഖത്ത് എന്ന് പറഞ്ഞാൽ മതി. ഫാനാണെങ്കിൽ അഫ് വാജ എന്ന് പറഞ്ഞാൽ മതി. ലാമിനാണെങ്കിൽ അൽ ഹംദു അൽ എന്ന് പറഞ്ഞാൽ മതി. മീമിനാണെങ്കിൽ അംനു അംനു അം അംനു എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഖാഫിനാണെങ്കിൽ ഖാഫ് നന്നായി ക്ലിയർ ആവണം. ത ആണെങ്കിൽ മുഹീത്ത്, ബ ആണെങ്കിൽ മുനീബ്, ജീമാണെങ്കിൽ മരീജ്, ദാലാണെങ്കിൽ അഹദ് സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നിങ്ങനെ വരണം. സിമ്പിളാണ് 10ാമത്തെ ഹാല്. ഞാനൊന്ന് ചുരുക്കി പറയാം. 10ാമത്തെ ഹാല് സുക്കൂനാണ്. ഖുർആനിൽ സുക്കൂൻ എഴുതുന്നത് ഹാഇന്റെ തലഭാഗം എടുത്തിട്ടാണ്. അത് നന്നായി നല്ല വൃത്തിയിൽ എഴുതുന്നതാണ്. ഇനി അതിലെ ഹുക്കം എന്താന്ന് വെച്ചാൽ, സുക്കൂനിൽ തഹജ്ജ് ചെയ്യുമ്പോൾ ആ അക്ഷരത്തെ സ്വന്തമായി പറയരുത്. അതായത് ഒരു വാക്കിന്റെയും തുടക്കത്തിൽ സുക്കൂൻ വരില്ല, ആദ്യാക്ഷരമായിട്ട് സുക്കൂൻ വരില്ല. അതുകൊണ്ട് നമ്മൾ ഹംസ സുക്കൂൻ എന്ന് പറയരുത്. ഹംസ സുക്കൂൻ പറഞ്ഞിട്ട് തൊട്ട് മുമ്പിൽ ഏതെങ്കിലും അക്ഷരം ഉണ്ടെങ്കിൽ അത് ചേർത്ത് പറയണം, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ലെറ്റർ വെച്ചു കൊടുക്കണം നമ്മളെ ഇഷ്ടത്തിന്. ഇപ്പൊ ബ എന്ന് പറയാം. ഹംസ സുക്കൂൻ ബ, ബ സ ഉ. ബ സുക്കൂൻ അബ്, ബ സുക്കൂൻ അബ്, തുബ്, ജബ്, ഇബ്, ഏതും പറയാം, ഏതെങ്കിലും അക്ഷരം. മനസ്സിലായില്ല. പറയോ? ചെയ്യുമ്പോ സുക്കൂൻ തഹജ്ജ് ചെയ്യുമ്പോ നമുക്ക് ഹംസ മുതല് കുറെ അക്ഷരങ്ങൾക്ക് തഹജ്ജ് ചെയ്യാം സുക്കൂൻ വെച്ചിട്ട്. ഹംസ സുക്കൂൻ എന്നാണ് സാധാരണ പറയാ അല്ലെ. ആ ഇ ഉ ത തി തു ത് ബ ബി ബു ബ് ജ ജി ജു ജ് എന്നിങ്ങനെ പണ്ട് നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് എല്ലാ അക്ഷരങ്ങൾക്കും കൽക്കല വന്നു. എല്ലാ അക്ഷരങ്ങൾക്കും കൽക്കല വന്നു. അതുകൊണ്ടാണ് അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത് എന്ന് പറയാൻ തുടങ്ങി എല്ലാവരും. ഈ ഒരു വിഷയമുണ്ടായത് സുക്കൂനിൽ ആ അക്ഷരത്തെ മാത്രം പ്രൊനൗൺസ് ചെയ്യാൻ പഠിപ്പിച്ചത് കൊണ്ടാണ്. ഒരു കാരണവശാലും ഒരക്ഷരത്തിന് സുക്കൂൻ കൊടുത്തിട്ട് ആ അക്ഷരത്തെ മാത്രം വായിക്കരുത്. മുമ്പിൽ ഒരക്ഷരവും കൂടെ, ഹറക്കത്തുള്ള ഒരക്ഷരവും കൂടെ വെച്ചു കൊടുക്കണം. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങളോട് സീനിന് സുക്കൂൻ ഇട്ടിട്ട് കുട്ടിക്ക് വായിച്ചു കൊടുക്കുക. സീനിന് സുക്കൂൻ ഇട്ടിട്ട് ഇതെന്താണ് വായിക്കുക എന്ന് ടീച്ചർ കേൾപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയേ കേൾപ്പിക്കാൻ പാടുള്ളൂ? ഒരിക്കലും ബിസ് എന്ന് കേൾപ്പിക്കുക, അല്ലെങ്കിൽ അസ് എന്ന് കേൾപ്പിക്കുക, അല്ലെങ്കിൽ ഉസ് എന്ന് കേൾപ്പിക്കുക. എന്തെങ്കിലും ഒന്ന് മുമ്പിൽ നിങ്ങൾ വെച്ചു കൊടുക്കണം. അല്ലാതെ സീൻ സുക്കൂൻ സ് എന്ന് വായിക്കരുത്. തഹജീമൊന്നുമില്ല. സീൻ സുക്കൂൻ അസ്. ഹംസ സുക്കൂൻ അ, ബ സുക്കൂൻ അബ്, ത സുക്കൂൻ അത്, ത സുക്കൂൻ അസ്, ജീം ഹ സുക്കൂൻ അഹ്, ഖ സുക്കൂൻ അഖ്, പിന്നെ ദാല്, ദാൽ സുക്കൂൻ അദ്, റ സുക്കൂൻ അർ,
പിന്നെ സൈ സുക്കൂൻ അസ്, സീൻ സുക്കൂൻ അസ്, ഷീൻ സുക്കൂൻ അഷ്, സാദ് സുക്കൂൻ അസ്, ضاد സുക്കൂൻ അദ്, താ സാക്കിന മുഖൽഖല. അതേപോലെ ഈ കാഫും താവും ബാവും ജീമും ദാലും, അതായത് ജീമും ദാലും കാഫും താവും ബാവും, ഈ 5 അക്ഷരം മാത്രം തഹജീമുകൾ എന്ത് ചെയ്യണം? സാക്കിന മുഖൽഖല എന്ന് പറയണം. ബാക്കിയെല്ലാം സുക്കൂൻ 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 സുക്കൂൻ. ഈ ഒരു 5 വാക്ക് തഹജീബിളായിട്ട് ചിലപ്പോ പറഞ്ഞ സാർ, അതായിരിക്കും ഡൗട്ട്. ഏ ഒരു വാക്ക് തഹജീബ് എങ്ങനെ പറയണമെന്നായിരിക്കും ഡൗട്ട് വന്നത്. പറയാം. അപ്പൊ ഈ 5 അക്ഷരം തഹജ് ചെയ്യുമ്പോ ഖാഫ് സാക്കിന മുഖൽഖല അഖ്, ത സാക്കിന മുഖൽഖല അതു, ബ സാക്കിന മുഖൽഖല അബ്, ജീം സാക്കിന മുഖൽഖല അജ്, ദാൽ സാക്കിന മുഖൽഖല അദ്, ഇദ്, ഏത് എന്നൊക്കെ നമ്മൾ പറയാം. ദ ദി ദു അദ്, ജ ജി ജു അജ്, ബ ബി ബു അബ്, ത തി തു അതു, ഖ ഖി ഖു അഖ്. മാത്രം മുമ്പിൽ വേർഡ് ഇട്ടെടുത്താൽ മതി. ഓ പ്രൊനൗൺസ് ചെയ്യുമ്പോ മാത്രാണ് മുമ്പിൽ വേറെ ലെറ്റർ ഇട്ട് പറയുന്നത്. എഴുതണമെന്നില്ല, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ മാത്രം. ഇനിയിപ്പോ അത് നമ്മൾ അക്ഷരം മാത്രമാകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഇനിയിപ്പോ ഒരു ആയത്ത്, ഇപ്പൊ റഫീഖ് സാർ പറഞ്ഞ പോലെ ഒരു ആയത്തില് ഉദാഹരണത്തിന് ഇപ്പം ഏതാ ഒരു 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 വാക്ക് പറയൂ, പിന്നെ യദ്രിബു അല്ലെങ്കിൽ യഖ്റുജു അല്ലെ. ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടോട്ടെ. ഇവിടെ ഇതാ കുൽ, ലാമിന് സുക്കൂൻ അല്ലേ, നമുക്ക് തഹജ് ചെയ്യാം. ഖാഫ് ദമ്മ ഖു, ലാം സുക്കൂൻ ഖുൽ. സിമ്പിൾ ടെക്നിക്കാണ്. തൊട്ട് മുമ്പിൽ ഉണ്ട്, അപ്പൊ ചേർത്ത് നമ്മൾ വെറുതെ ഉണ്ടാക്കി പറയേണ്ടതില്ല. ലാം സുക്കൂൻ ഖുൽ, ഹ ദമ്മ ഹു, വാവ് ഫത്ഹ വ, ഹുവ, ഖുൽ ഹുവ, ഇസ്മുൽ ജലാല അല്ലാഹു, ഹുവല്ലാഹു, ഖുൽ ഹുവല്ലാഹു. അങ്ങനെ പറഞ്ഞു. ഇനി ലം യലിദ് വേറൊരാൾ പറയും, ലം യലിദ്. ലാ ഫതഹ ലാം ഫത്ഹ ല, മീം സുക്കൂൻ ലം. യെസ്, അത്രേ ഉള്ളൂ. സിമ്പിൾ, വെരി ഗുഡ്. ഇനി യലിദ് വേറൊരാൾ പറയും. യാ ഫതഹ യ, ലാം കസ്ര ലി യലി, ദാൽ സുകൂൻ മുഖൽഖല ദ്. ഓക്കെ, ദാൽ സുക്കൂൻ മുഖൽഖല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറയാം. പക്ഷെ നമ്മളൊരു ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് ഇങ്ങനെ പോവാം. ദാൽ സാക്കിന മുഖൽഖല. ദാൽ സാക്കിന മുഖൽഖല ദ് യലിദ്. ദാൽ സാക്കിന മുഖൽഖല ദ് എന്ന് പറയരുത്, ലിദ്. ലിദ്. ഓക്കെ. ഓക്കെ, അത്രേ ഉള്ളൂ. ഒറ്റയ്ക്ക് നമ്മൾ പറയില്ല, ആ ഒരു തിയറി അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം. വലം യൂലദ്. വാവ് ഫതഹ വ, ലാം ഫതഹ ല, വല, മീം സുക്കൂൻ ലം, യെസ്, വലം. ഗുഡ്. യൂലദ് വേറൊരാള്. ലാം ഫതഹ ല, യൂല, ദാൽ കൽക്കല സുക്കൂൻ സാക്കിനത്ത് കൽക്കല. സാക്കിന മുഖൽഖല. എന്താ മുഖൽഖല? അതാരും ചോദിച്ചില്ല. നമ്മള് ഹുക്കുമിന്റെ പേര്, നമ്മുടെ ഇപ്പൊ പഠിക്കുന്ന നിയമത്തിന്റെ പേര് കൽക്കല എന്നാണ്. പിന്നെ ഇത് തഹജീമു മു എന്ന് ചേർത്തത്. മു കൽക്കല, മു കൽക്കല. ചോദിച്ചില്ല. തഹജീ പറയുമ്പോഴാണ് നമ്മൾ മു കൽക്കല മു ചേർക്കുന്നത് അല്ലെ. മുക്കൽക്കല എന്ന് പറഞ്ഞാൽ കൽക്കല ചെയ്യപ്പെട്ടത് എന്നർത്ഥം. ചെയ്യപ്പെട്ടു എന്നുള്ള അർത്ഥം കിട്ടും. കൽക്കല ചെയ്യപ്പെട്ടു. കൽക്കല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. യെസ്, നമ്മൾ പറയാൻ വിട്ടുപോയ നല്ല ചോദ്യം. എന്താണ് കൽക്കല എന്ന് പറഞ്ഞാൽ? ഉറപ്പിച്ച് പറയാൻ, സൗണ്ട് കനത്തിൽ പറയണം അല്ലേ? കനത്തിൽ പറയാന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് ശബ്ദാണോ? കുത്തുബ് ജത്തിന്റെ അക്ഷരങ്ങൾ, കുത്തുബിന്റെ അക്ഷരങ്ങള് ഉറച്ചിട്ട് പറയണ്ടേ? ഉറച്ചിട്ട് പറയാന്ന് പറഞ്ഞാല് അമർത്തി പറയാം.
ആ അമർത്തി പറയാം. അമർത്തുമ്പോ ശബ്ദ വരുമോ? ശബ്ദ വരില്ല. ശബ്ദ വരില്ല. ഓക്കെ. ഓ എന്ത് ഹെവി ഹെവി ആയിട്ട് ഹെവി ലെറ്റർ ആണോ? എല്ലാം ഹെവി ലെറ്റർ ആണോ? അതില് കാഫും തോവും മാത്രമേ ഉള്ളൂ. ആ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അമർത്തലും കനത്തിലാക്കലും പിന്നെന്തേം പറഞ്ഞത്? സ്വരഭാരം. ആ സ്വരഭാരം. സ്വരഭാരം സ്വരഭാരം നമ്മൾ സ്വരഭാരം എന്ന വാക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ടേം നമ്മൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി പ്രത്യേകം ഉപയോഗിച്ചിട്ടുണ്ട്, ഇസ്തില ആയ ലെറ്റേഴ്സ് അല്ലെ. അതുകൊണ്ട് ആ വേർഡ് ഇവിടെ അത്ര അങ്ങ് ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കാത്ത നല്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തില്. നേരെ മറിച്ച് എവിടെയാണ് നമ്മൾ ഈ ഭാരം കൊടുക്കുന്നതും കനത്തിലാക്കുന്നതും ഉറപ്പിക്കുന്നതും ഒക്കെ എവിടെയാണെന്നറിയോ? ഈ 5 അക്ഷരങ്ങളിൽ മഹ്റജ് ഏതാണോ അവിടെ. ആ അങ്ങനെയാണ് മഹ്റജിൽ അനക്കം സൃഷ്ടിക്കുക എന്നാണ് കൽക്കല എന്നാൽ വാക്കിന്റെ അർത്ഥം. ഒരു വൈബ്രേഷൻ ഒന്നും പറഞ്ഞൂടാ. മഹ്റജ് ഇപ്പൊ കാഫിന്റെ മഹ്റജ് നാവിന്റെ മേലേ അല്ലെ, മേലേ നാവ്, മേലറ്റം, ആ അതിന് നേരെയുള്ള മേലണ്ണാക്കാണ്. അവിടെ നാവ് എന്ത് ചെയ്യും? ഒന്നിങ്ങനെ പ്രസ്സാവും. നേരെ വെച്ച് കാഫിന് പ്രസ്സാവൂല, അക്കി എന്ന് പറയില്ല, അക്ബർ എന്ന് പറഞ്ഞു പോവും. നൈസ് ടച്ചിങ് ഉണ്ടാവും. പക്ഷെ കോഫിനാണെങ്കിൽ നൈസ് അല്ല, അത് റഫായിട്ട് അക്കോ 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 ഈ കോറ ബിസ്മി ഈ കോറ ബിസ്മി ഈ ഖുറ ബിസ്മി ഇഖ്തറബ ലിന്നാസി എന്ന് പറയില്ല, ഇഖ്തറബ ഇഖ്തറബ ലിന്നാസി ഇഖ്തറബ. ഹരീഖ് എന്ന് പറഞ്ഞു നിർത്തൂല, ഹരീഖ്. കണ്ടോ? ഖാഫിന്റെ മഹ്റജിൽ അനക്കം വരും വിധത്തിൽ ഖാഫിനെ പൂർണ്ണമായും കംപ്ലീറ്റ്ലി വെളിവാക്കിയാണ് പറയാം. ഇപ്പൊ ഇൽഹാർ കൽക്കലയോടെ ഇൽഹാർ ചെയ്യാന്നാണ് നമ്മൾ പറയാ. TTQല് പറയാം കൽക്കലയോടെ ഇൽഹാർ ചെയ്യാ. ഇപ്പൊ അൽഹംദു എന്നതിൽ ലാമ് ഇൽഹാർ ആണല്ലോ, ഇഖ്റ എന്നതിലെ കാഫ് ഇൽഹാറാണ്. പക്ഷെ എന്താ വ്യത്യാസം? കാഫ് മഹ്റജിൽ അനക്കം വന്നിട്ടുണ്ട്, ലാമ് മഹ്റജിൽ അനക്കം വന്നിട്ടില്ല. ലാമിന് മഹ്റജിൽ അനക്കം വെച്ചൊന്ന് പറഞ്ഞു നോക്കൂ. അല് ഹമുദൂന്നില്ലേ, ലാമിനും മീമിനും അല് ഹമുദു ലില്ലാഹി റബ്ബിൽ ആലമീന് അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈന് ഒക്കെ അനക്കം വന്ന്. ഇതൊന്നും പാടില്ല. ഈ കൽക്കലയുടെ അക്ഷരങ്ങളായ ജദ്ദ കുത്തുബുൻ എന്നീ 5 മാത്രമേ സുക്കൂൻ വരുമ്പോ അതിന്റെ അവയുടെ മഹ്റജിൽ ടച്ചിങ് കംപ്ലീറ്റ്ലി ആവാൻ പാടുള്ളൂ. അതിനാ കൽക്കലയോടെ ഇൽഹാർ ചെയ്യാന്ന് പറയാം. മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. മനസ്സിലായോ? ഈ അക്ഷരങ്ങൾ ആണോ കൽക്കലയുടെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്? വരുന്നിടത്താണോ ഈ 5 അക്ഷരങ്ങളെ ഉള്ളൂ കൽക്കല. ഹുറൂഫുൽ കൽക്കല. ഇത് വരുന്നിടത്താണ് കൽക്കലായിട്ട് ഉച്ചരിക്കേണ്ടത്. ഇത് സുക്കൂനിൽ വരുന്ന സമയത്ത്, സുക്കൂൻ വരുമ്പോ മാത്രം. അല്ലാതെ ഓൾറെഡി വെളിവാണല്ലോ. ഓൾറെഡി വെളിവല്ലേ. സുക്കൂൻ വരുമ്പോഴാണ് ഇത് വെളിവാകാതെ ആളുകൾ വായിക്കാൻ സാധ്യത കൂടുതലുള്ളത്. എന്റെ ശതമാനം പോയി. സുക്കൂനിൽ വരുമ്പോഴാണ് തെറ്റാറുള്ളത്. അതുകൊണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ഇപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് എല്ലാരും അങ്ങനെ ഓതാറുണ്ടോ? അഹദ് എന്ന് ദാല് പറയാറുണ്ടോ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഇത്രയല്ലേ ആൾക്കാർ പറയാറുള്ളൂ. ശരിക്കും നോക്കൂ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഇത്രയാണ്. ഞാൻ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഒറ്റ പോയിന്റ്. സുക്കൂനുള്ള കാഫും താഉം ബാഉം ജീമും ദാലും അല്ലെങ്കിൽ ജീം ദാൽ ഖാഫ് താ ബ. ഇവിടെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സ്ഥലത്ത് കാഫിന് സുക്കൂനുണ്ടോ?
ഇല്ല. കെസറാണ്, കെസറാണ്. വഖഫ് ചെയ്യുന്നുണ്ടെന്ന്. ശരിയുള്ളതല്ലേ? ഓക്കെ ഓക്കെ. അപ്പം കൽക്കല ബാധകമാകുന്നത് സുക്കൂൻ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് സുക്കൂനാണ്? ജന്മനാ ഉള്ള സുക്കൂനാണെങ്കിലും നമ്മൾ സർജറി നടത്തിയ സുക്കൂനാണെങ്കിലും കേട്ടാ. നമ്മൾ സുക്കൂൻ ഉണ്ടാക്കിയാലും ശരി, ആദ്യ സുക്കൂൻ ഉള്ളതാണെങ്കിലും ശരി, കൽക്കല ബാധകമാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹലക്ക് ഫലക്ക് എന്നുള്ള കാഫ് സാക്കിന മുക്കൽക്കല എന്ന് പറഞ്ഞിട്ട് ഇന്ദൽ വഖഫ് എന്ന് പറയണം. ഖാഫ് സാക്കിന മുഖൽഖല ഇൻദൽ വഖഫ് അൽ ഫലഖ് ഇദാ ഹസദ്. അവസാനം ഇദാ ഹസദ നിർത്തിയപ്പോ ഹസദ് എന്നായി. ദാൽ സാക്കിന മുഖൽഖല ഇൻദൽ വഖഫ് ഹസദ്. എനി ഡൗട്ട്? നമ്മൾ ഉച്ചരിക്കുന്ന രീതി ഒന്നുകൂടി പറയോ? സാക്കിന دال ساكنة مقلقلة عند الوقف. عند الوقف حسد. حسد ആരും കൊണ്ടുപോയിട്ട് കട്ടി കൂട്ടിങ്ങാഞ്ഞ് ഹസദ് എന്ന് പറയണ്ട. ദാലിന് ശബ്ദ ഉണ്ടെങ്കിലേ അങ്ങനെ പറയേണ്ടതുള്ളൂ. വഖഫ് ചെയ്യുന്നത് ഒരു 1-2 വേർഡ്സ് ഒന്ന് താഴ് ചെയ്ത് തരാൻ പറ്റുമോ? ഏതാ വേണ്ടത് പറഞ്ഞോളൂ. ഏതെങ്കിലും വഖഫ് ചെയ്യുന്നത് ഈ 5 ആയത്തുകളും വഖഫ് ചെയ്യുന്നില്ലേ? അവിടെ മതിയോ? മതി. ഏതായാലും മതി മതി. അതിൽ ഒന്നാമത്തെ ആയത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖി. അത് നിർത്തുമ്പോ കാഫിന് സുക്കൂൻ കൊടുത്തു, അപ്പൊ കൽക്കല ബാധകമാകും. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഫലഖ് അതുകൊണ്ട് ഫലഖ് എന്ന് പറയണ്ട. അത് ഹഖ് എന്നുള്ളത് നിർത്തുമ്പോ ഹഖ് എന്ന് നിർത്താം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖാഫ് സാകിന മുഖൽഖല ഇൻദൽ വഖഫ്. ഇനി ഖലഖ്. ഖാഫ് സാകിന മുഖൽഖല ഇൻദൽ വഖഫ്. ഖലഖ്. മിൻ ശർരി മാ ഖലഖ്. അടുത്ത വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. വഖബ്. ബ സാകിന മുഖൽഖല ഇൻദൽ വഖഫ്. وقب. ومن شر غاسق إذا وقب. عقد. دال ساكنة مقلقلة عند الوقف. في العقد. في العقد. إذا حسد. دال ساكنة مقلقلة عند الوقف. إذا حسد. ഓക്കെ, ഇവിടെ അവസാനിപ്പിക്കാം. അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ ഖാഫ് സാക്കിന മുഖൽഖല ഇൻദൽ വഖഫ് നിർത്താൻ വേണ്ടി പ്രത്യേക നിർദ്ദേശം ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ തഹജ്ജ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പറയേണ്ടതില്ല. കാരണം ഖാഫ് തൻവീൻ ബിൽ കസ്ർ മുൽഹറ എന്നാണ് പറയേണ്ടത്. ഖാസിഖിൻ ഈ എന്നുള്ളത് അത് നിങ്ങൾ പഠിക്കാൻ പോകണല്ലോ. ഖാസിഖ് നിർത്തിക്കൊണ്ട് തഹജ്ജ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പറയണം ഖാഫ് സാക്കിന മുഖൽഖല ഇൻദൽ വഖഫ് ഖാസിഖ് എന്ന്. സാർ നമ്മൾ കുത്തുബ് ജദ്ദിനുള്ള ജദ്ദ കുത്തുബിനെ ആക്കിയത് എന്തുകൊണ്ടാ? അത് നമ്മളൊന്ന് ഒരു കുറച്ചും കൂടെ നല്ല പ്രയോഗമാണത്. കുത്തുബ് ജദ്ദ് നമ്മൾ മലയാളികൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ജദ്ദ കുത്തുബാണ് കുറേം കൂടെ നല്ലത്. ടിടിക്ക് പഠിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത വേണ്ടേ? അതെ അതെ. ജദ്ദ കുത്തുബ് പിടിച്ചോളിട്ട് അതിന്. ഒരു സംശയം കൂടെ ഉണ്ട്. പിന്നെ നമ്മള് ലാമ് ഉച്ചരിക്കുമ്പോഴേ അപ്പൊ തൊർഫുൽ ലിസാനിലേക്ക് വരുന്നില്ലേ? ഹാഫത്തുൽ ലിസാൻ മാത്രമുള്ളോ? തൊറഫുൽ ലിസാൻ എന്റെ കൂട്ടത്തിൽ തന്നെ പഠിപ്പിക്കാറുണ്ട്. അത് ഞാൻ അന്ന് ആ സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഹാഫത്തിൽ പറയാതെ ഹാഫത്തുൽ ലിസാനിൽ ദ്വാദിനെ മാത്രം പറയും. എന്നിട്ട് തൊറഫുൽ ലിസാനിൽ തന്നെ ഒന്നായിട്ട് ലാമിനെ എണ്ണാറുണ്ട്. കുഴപ്പമില്ല കേട്ടോ, അതങ്ങനെ തന്നെയാണത്. വിരോധമല്ല, 2 രീതിയിലും പറയാം. ഈ ഹാഫത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്ന് എല്ലാ മൂന്നും ഹാഫത്താണ് ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ ഹാഫത്താണല്ലോ. അതുകൊണ്ടാണ് ഹാഫത്തിൽ ചേർത്തിയ ഐമൻ സുവൈദിന്റെ ഒക്കെ ക്ലാസ്സുകളിൽ ഹാഫത്തിലാണ് അത് പറയാം.
ഓക്കെ. ലാമിന് കുറച്ച് ഹൈഷൂമും വേണ്ടേ? ലാമിനോ? ആ അത് ലാമ് എന്ന് പറയുമ്പോഴേ ഉള്ളൂ, ലാ എന്ന് പറയുമ്പോല്ല. ലാ ലീലു മൂക്ക് ലാ 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 ലേ ലോ. ലാമിന് വെച്ച് ഒരു കൈഷും വെച്ച് ഒരു പാട്ട് പാടി നോക്കി നിങ്ങള്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അല്ലാഹു അക്ബർ അല്ലാഹ് പറയും. ലാമിന് കൈഷും ഉണ്ടോ? ഓക്കെ ഓക്കെ. അത് നിങ്ങൾ മൂക്ക് പൊത്തി പിടിച്ചിട്ട് ലാ പറഞ്ഞു കിട്ടൂ. ലാ ലീലു ലാ ലീലു അൽ 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 അല്ല അല്ലി അല്ലു, ഒരു പ്രശ്നമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഈ കുത്തുബുജദിന്റെ ലെറ്റേഴ്സിൽ സാക്കിന് ഷദ്ദു ഒപ്പരം വരൂ? ആ വരും 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 വരും. അപ്പൊ എന്താ നല്ലോണം കട്ടി കിട്ടുക? ആ നല്ലോ കട്ടിയിൽ വഖഫ് ചെയ്യ. ഇപ്പൊ ഉദാഹരണത്തിന് ഹക്ക ഹക്ക അല്ലെങ്കിൽ ഹജ്ജ അത് ഹജ്ജ. സാക്കിനല്ലേ ഹക്ക് എന്നല്ലേ? ആ ഹജ്ജ എന്നുള്ളതൊന്ന് വഖഫ് ചെയ്യൂ. ജിന്ന് വരണ്ടേ? ജു വന്നില്ലേ? ഹജ്ജ് എന്ന് വന്നില്ലേ? അപ്പൊ മറ്റേ കാലിലോ? ഹക്ക ഹക്ക്. നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ ചിലപ്പോ ഈ ഹക്ക് എന്ന് എപ്പോഴും കേൾക്കുന്ന സാധനമാണ്. അപ്പൊ ഓൾറെഡി സുക്കൂനാന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ? ഒരിക്കലും ഷദ്ദില് ഓൾറെഡി സുക്കൂൻ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ 20ാമത്തെ ഹാലാണത്. 20ാമത്തെ ഹാലാണ്. 10ാമത്തെ ഹാല് സുക്കൂനാണ്. 20ാമത്തെ ഹാല് ഷദ് സുക്കൂനല്ല. അത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന 5 ഹാലുകളിൽ വഖഫ് ചെയ്യുമ്പോൾ പുതുതായി ഉണ്ടാകുന്ന ഹാലാണ് 20ാമത്തെ ഹാല്. ഏതോ 5 ഹാലുകളിൽ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുതിയ ഹാലാണ് 20ാമത്തെ ഹാല്. ഖുർആനിൽ മഷിട്ട് തെരഞ്ഞു നോക്കിയാൽ 20ാമത്തെ ഹാല് കാണൂല. ഖുർആനിൽ നല്ല അറബിയിൽ എവിടെയും തെരഞ്ഞാൽ കാണാത്തൊരു സാധനമാണ്, കണ്ണുകൊണ്ട് നേർക്ക് നേരെ കാണാൻ പറ്റാത്തൊരു സാധനമാണ് 20ാമത്തെ ഹാല്. 20ാമത്തെ ഹാല് വായനയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഷദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് 20ാമത്തെ ഹാല്. അല്ലാണ്ട് ഷദ്ദ സുക്കൂൻ എന്ന് പറഞ്ഞൊരു ഹാലില്ല. ഓക്കെ. അത് ഹാലുണ്ടോന്നല്ല, നമ്മള് കോമൺ ആയിട്ട് അങ്ങനെ വരുമോന്ന് എനിക്കറിയില്ല. എങ്ങനെ വരുമെന്ന ചോദ്യം ഒന്നുകൂടി ചോദിക്കും. അതന്നെ ഈ ഷദ്ദും സാക്കിനും പാടെ വരുമല്ലോ. ഷദ്ദുള്ള അക്ഷരത്തിൽ നിങ്ങൾ എപ്പോഴൊക്കെ വഖഫ് ചെയ്യുന്നോ അന്നേരമൊക്കെ കോമൺ ആയിട്ട് വരുമല്ലോ. ഹജ്ജ എന്നത് നിർത്തുമ്പോ ഹജ്ജ് എന്ന് പറയും. ഹജ്ജുൻ ഇല്ല 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 ഇല്ല, അവിടെ റാഖിന് ഷദ്ദില്ല. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ എങ്ങനെയാ നിർത്തുക? തബ്ബ്. ചോദ്യകർത്താവ് പോയില്ലല്ലോ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. തബ്ബ എന്നാണ് അവിടെ ഉള്ളത്. തബ്ബ എന്നാണ് കേട്ടോ വാക്ക്. ബാ ശദ്ദ ഫത്ഹയാണ്. അത് ഫത്ഹല്ലേ? നിങ്ങൾ ഫത്ഹാണ് മോളെ. അതൊന്ന് അല്ല മോളാണോ ആരാണെന്ന് അറിയില്ല. തബ്ബ ഓള് തന്നെയാണ്. ബാഇന് ഓള് ശദ്ദ ഫത്ഹയാണ്. ഓള് ചിലപ്പോ പക്ഷെ ചോദിക്കുന്നത് നിർത്തും. ഷെദ്ദിൽ സുക്കൂന് വരുമോന്നാണോ ചോദിക്കുന്നത്? അത് ഷെദ്ദ ഞാൻ പറഞ്ഞല്ലോ, ഷെദ്ദ ഷദ്ദിന് സുക്കൂൻ വരില്ല. നിർത്തുമ്പോ മാത്രമേ സുക്കൂൻ വരുള്ളൂ. ഷദ്ദില് സുക്കൂന്. ഓക്കെ. അത് ക്ലിയർ ആയാലേ പോവുള്ളൂ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ എന്നുള്ളിടത്ത് അവസാനത്തെ ബാഇന്റെ ഹാല് ഏതാ? നമ്മൾ പഠിക്കാൻ പോണല്ലോ. ഏതാ ഹാല്? ഷദ്ദ ഫത്ഹ അല്ലേ? ശദ്ദ 20ാമത്തെ ശദ്ദ ഫത്ഹ. ശദ്ദ ഫത്ഹ അതായത് 11ാമത്തെ ഹാലാണ്. 11ാമത്തെ ഹാലാണ് അത്. ശദ്ദ ഫത്ഹയാണ്. തബ്ബ. പക്ഷെ നിർത്തുമ്പോ അത് എത്രാമത്തെ ഹാലാവും? 20ാമത്തെ ഹാലാവും. തബ്ബ്. ഉണ്ടോ? സുക്കൂന് വന്നില്ലേ? ഡയറക്റ്റ് ആയിട്ട് വരൂല, നിർത്തുമ്പോ മാത്രം. ഡയറക്റ്റ് ഒരിക്കലും സുക്കൂന് കാണൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖുർആനിൽ തെരഞ്ഞാൽ 20ാമത്തെ ഹാല് കാണൂല. ശദ്ദ ഫത്ഹ, ശദ്ദ കസ്റ, ശദ്ദ ദമ്മ, ശദ്ദ തൻവീൻ ബിൽ കസ്റ, ശദ്ദ തൻവീൻ ബിൽ ദമ്മ. ഈ 5 ഹാലുകളിൽ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുതിയ ഹാലാണ് 20. അല്ലാണ്ട് ഒരിക്കലും ശദ്ദ സുക്കൂന് എന്ന് എഴുതി കാണൂല. അങ്ങനെ ഒരു സാധനം നമ്മൾ വായിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവൂ. അത് തന്നെ നിർത്തുമ്പോൾ.
ഓക്കെ ശബ്ദമുള്ള അക്ഷരത്തിൽ നിർത്തുമ്പോഴാണ് ശബ്ദാസുക്കൂൻ ഉണ്ടാകുക. ഓക്കെ, ഓക്കെ. നസർക്ക, ഞാൻ എന്നാല് ഇപ്പം പെട്ടെന്ന് കട്ടാട്ടെ, ഇത് തീർന്നു. ഓക്കെ താഴെ പോകുന്ന സാറിന്. ഓക്കെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി ശുക്രൻ ജസാക്കല്ലാ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുക. നമ്മൾ ഇന്ന് എടുത്തതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അള്ളാഹു നമ്മുടെ ഇരുത്തത്തെ പഠനത്തൊക്കെ സ്വാലിഹ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും വലൈക്കും സലാം.